സമയം ഏകദേശം 1:30 രാത്രി. ഇപ്പോഴാണ് നമ്മൾ കോട്ടയത്ത് നിന്നും കുമളി ബസ് സ്റ്റാൻഡിൽ KSRTC വന്നിറങ്ങിയത്. ഇറങ്ങിയ ഉടനെ തന്നെ നമ്മൾ ക്യൂവിലേക്ക് പോവുകയാണ്. അതെ, നമ്മൾ ഇന്ന് പോകുന്നത് മംഗളാദേവിയിലേക്കാണ്. മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം കൂടുവാൻ വേണ്ടി. അവിടേക്ക് നമുക്ക് ജീപ്പിലാണ് പോകാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ജീപ്പിൽ കയറാനുള്ള ക്യൂവിലേക്ക് നമ്മളും പോയി നിന്നു. ഏകദേശം 2.5 മണിക്കൂറത്തെ ക്യൂവിൻ്റെ അവസാനം നമ്മൾക്കും ഒരു ജീപ്പ് കിട്ടി. ആ ജീപ്പിൽ കയറി നമ്മൾ മംഗളാദേവിയിലേക്കുള്ള യാത്ര തുടങ്ങുകയായി. പോകുന്ന വഴിയിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ വെച്ച് നമ്മളെ അവർ പരിശോധിച്ച് നമ്മളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് സാധനങ്ങൾ എല്ലാം തന്നെ മാറ്റും. കുമളി ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ കാടിനുള്ളിലൂടെ സഞ്ചരിച്ചാണ് നമ്മൾക്കിവിടെ എത്താനായിട്ട് സാധിക്കുന്നത്. ഇവിടെ എത്തുവാൻ വേണ്ടി സർക്കാർ തന്നെ നമ്മൾക്ക് ജീപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ സ്വന്തം വാഹനമായിട്ട് പോകണമെങ്കിൽ അവിടുത്തെ പാസും എടുക്കണം. സ്വന്തം വാഹനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x4 ജീപ്പുകളിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് കയറുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കാടിനുള്ളിൽ മനോഹരമായ യാത്രയും കഴിഞ്ഞ് നമ്മൾ മംഗളാദേവി കുന്നുകളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ചിത്ര പൗർണമി ഉത്സവം കാണുവാൻ വേണ്ടി പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഈ ഒരു വിസ്മയം കാണാനുള്ള ഏക അവസരം ഇന്നാണ്. ഈ ചിത്ര പൗർണമി ദിവസത്തിൽ മാത്രമാണ് നമ്മളെ അവർ ഇങ്ങോട്ട് കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം പോകാൻ പറ്റാത്തവർ അടുത്ത വർഷം അല്ലെങ്കിൽ അതിനടുത്ത വർഷം ഒരിക്കലെങ്കിലും ഇവിടെ പോയിരിക്കണം. അത് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നഷ്ടമായി തീരില്ല. അത്രയ്ക്ക് മനോഹരമായൊരു സ്ഥലമാണിത്. കൂടാതെ പ്രകൃതിയെ അടുത്തറിയാൻ പറ്റുന്ന ഒരവസരവുമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത് മിസ്സാക്കരുത്. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ മനോഷ്. പതിവ് പോലെ തന്നെ നമ്മൾ ഈ വർഷവും ചിത്ര പൗർണമി ഉത്സവം കാണുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വന്നപ്പോൾ തന്നെ അവരിവിടെ കൊടുക്കുന്ന പൊങ്കൽ, നല്ല വിശപ്പുമായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ നേരെ പൊങ്കൽ കഴിക്കുവാൻ വേണ്ടി പോയി. അവിടുന്ന് പൊങ്കലും കഴിച്ച് നമ്മൾ ഇനി അമ്പലത്തിലേക്ക് പോകുകയാണ്. അമ്പലത്തിൻ്റെ ഐതിഹ്യവും ചരിത്രവുമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞ് അത് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എത്ര കണ്ടാലും മടുക്കാത്ത സൗന്ദര്യമാണ് മംഗളാദേവി കുന്നുകളിൽ പ്രകൃതി നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. അതുപോരാതെ വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് നമ്മൾക്കിവിടേക്ക് പ്രവേശനവുമുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്തരേക്കാൾ കൂടുതൽ കാഴ്ച കാണാൻ വരുന്ന സഞ്ചാരികളാണ് ഇവിടെയുള്ളത്. ഇവിടേക്കുള്ള യാത്രയും ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യവും എല്ലാം തന്നെ നമ്മളെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുന്ന ഒരു ഫീലാണ് നമ്മൾക്കിവിടെ കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇനി നമ്മൾക്ക് അമ്പലത്തിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോകാം.
അങ്ങനെ കാഴ്ചകളുടെ ഓർമ്മയുടെ ഭാണ്ഡവും പേറി ഞങ്ങൾ മംഗളാദേവി കുന്നുകളോട് വിട പറയുകയാണ്. വീണ്ടും വരാം എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി. ഈ അമ്പലത്തിൻ്റെ സൗന്ദര്യവും പ്രകൃതി ഭംഗിയും എല്ലാവരെയും ആകർഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.